ഹലോ ഹായ്. ഇന്നത്തേത് ഞങ്ങളൊരു യാത്രാ വിശേഷണമാണ്. ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് തെറ്റും കുറ്റമൊക്കെ ഉണ്ടായിരിക്കും. ഒന്ന് ക്ഷമിച്ചിട്ടേക്കണേ. സോ വെൽക്കം ടു ആൾ മൈ ടീം. പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു ട്രാവൽ ആണ് ചെയ്യുക. അപ്പം ആദ്യത്തെ വീഡിയോ ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചു. നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം മാംഗോ മെഡോസിലേക്കാണ്. ഒരു ദിവസത്തെ ഒരു സ്റ്റേക്കേഷൻ ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. കാശിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ് കേട്ടോ മാംഗോ മെഡോസ്. ഞങ്ങള് ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യല്ല, ഞങ്ങൾ രണ്ടും തവണ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ്. റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പിന്നെയും പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. ഫൈനലി ഞങ്ങള് മാംഗോ മെഡോസിലേക്ക് എത്തി. ആസ് യൂഷ്വൽ നമ്മൾ ചെന്ന് റിസപ്ഷനിലെത്തി. റിസപ്ഷനിലെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തു. അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് പിന്നീട് അങ്ങോട്ട് ട്രാവൽ. ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർക്കാണ്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും അവിടെ ഉള്ളിലേക്ക് പോകുമ്പോൾ അവരുടെ ഇലക്ട്രിക് ആയിട്ടുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുക. അതിനുള്ളിൽ നമുക്ക് ഒരുപാട് വൈഡ് ഏരിയ ഉണ്ട്. അപ്പൊ ആ ഏരിയ കവർ ചെയ്യാനും ഒക്കെ നമ്മൾ ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുക. ഞങ്ങളുടെ റൂമിലേക്ക് ചെല്ലാൻ വേണ്ടി ഞങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്ത ഒരു ബസ്സാണ്. നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മുടെ കോട്ടേജിലേക്ക് പോവാണ്. അവിടെ ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്ന കോട്ടേജ് പാഡി കോട്ടേജ് ആണ്. ഒരു പാഡി വ്യൂ, ചെറിയൊരു പാഡി വ്യൂ ഒക്കെ വരും. ഫ്രണ്ടിൽ വ്യൂ വരുന്നുണ്ട്. അപ്പൊ ഒരു പാഡി കോട്ടേജ് എടുത്ത് ഞങ്ങൾ കോട്ടേജിലേക്ക് അവിടുത്തെ തന്നെ വണ്ടിയിൽ ഞങ്ങൾ അങ്ങ് പോവാണ്. അത് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ യാത്ര. ഒരുപാട് പേർക്ക് ഫെമിലിയർ ആയ ഒരു സ്ഥലമാണ് മാംഗോ മെഡോസ്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് അവാർഡ്സ്, ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ നമുക്ക് പേര് വന്നിട്ടുള്ളതാണ്. ഈ ഒരു എക്കോ ഫ്രണ്ട്ലി വാട്ടർ തീം പാർക്കാണ്. നമുക്ക് ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർക്ക്, അങ്ങനെ ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു ഏരിയ ആണ് നമുക്ക് മാംഗോ മെഡോസ് എന്ന് പറയുന്നത്. നമുക്കവിടെ റെസ്റ്റോറന്റ് ഫെസിലിറ്റി ഇട്ടിട്ടുണ്ട്. അപ്പം ലഞ്ചിന് ഞങ്ങള് ഒരു ഊണും ഒരു ബിരിയാണിയും പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പൊ ഫസ്റ്റില് തന്നെ നേരെ പോയത് പാർക്കിലേക്ക്. ജസ്റ്റ് റൂമിൽ കയറി ചെക്ക് ഇൻ ചെയ്തു. പിന്നെ അങ്ങോട്ട് ഇറങ്ങി പാർക്കിലേക്ക്. കാശിക്ക് കളിക്കാൻ വലിയ ഇഷ്ടം, ഈ പാർക്കിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ കാശി അതിലങ്ങ് എൻജോയ് ചെയ്ത് കളിച്ചോണ്ടിരിക്കാം. ഞങ്ങൾക്കും കയറണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും ഇത് പിള്ളേരായതുകൊണ്ട് കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ അങ്ങനെ കാശി കളിക്കുന്നതും കണ്ട് ഇരിക്കുകയാണ്. ഇതിപ്പോ ഒരു ഡൈനോസർ പാർക്ക് എന്ന് പറയുന്നത് ഡൈനോസറിന്റെ ഒരു ടൈപ്പ് എന്താണ് സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുള്ളൊരു ഇതായതുകൊണ്ട് ഡൈനോസർ പാർക്ക് എന്നൊരു പറയാം. ഇത് റീസെന്റ് ആയിട്ട് ഒരുപാട് നാളായില്ല ഇത് ഈ ഒരു പാർക്കിന്റെ ഏരിയ വന്നിട്ട്. ഒരു 3D സിനിമ ഹോളും എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. 12D ആണ് ഇവിടെ, 3D അല്ല, മാറിപ്പോയി, സോറി. 12D സിനിമ ഹോള് നമുക്ക്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാർക്കാണ്. ഒരുപാട് നാളത്തെ എഫേർട്ട് കൊണ്ട് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നൊരു പാർക്കാണ്. ഒരുപാട് 2500 പരം പ്ലാന്റ്സ് നമുക്ക് അവിടെ, ഒരു സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് അവിടെ കാണാൻ പറ്റും. അതിന്റെ എല്ലാം ഡീറ്റെയിലിങ്ങും ഓരോ പ്ലാന്റിനെ കുറിച്ച് ഡീറ്റെയിലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എന്താണ് കറണ്ട് ഒക്കെ ഉപയോഗിച്ച് അങ്ങനെയുള്ള വലിയൊരു പാർക്കല്ല ഇത്. ഭയങ്കര ഹാപ്പി ആയിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാം. പിന്നെ വേറെയും കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ട്. റൈഡ്സ് ഒക്കെ ഉള്ളിലേക്ക് പോകുന്ന ഒരു ഏരിയയിലെ റൈഡ്സ് ഒക്കെ ഉണ്ട്. ഒരു കിഡ്സിന്റെ പ്ലേ സോൺ എന്ന് പറഞ്ഞ് വേറൊരു ടൈപ്പ് ഓഫ് കുറച്ച് റൈഡ്സും എല്ലാം ആയിട്ടുണ്ട്. കുട്ടികൾക്ക് എന്തായാലും നല്ലൊരു ഫാമിലി ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നല്ല പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മാംഗോ മെഡോസ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ മാംഗോ മെഡോസ് ചൂസ് ചെയ്യാനും കാരണം. ഓൾറെഡി പറഞ്ഞ് കാശിക്ക് എന്താണ്, കാശിക്ക് ഇഷ്ടം, ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ്. കാരണം കളിക്കാൻ ഒരുപാട്, ഈ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങളുടെ റൂം വളരെ നീറ്റ് ആയിട്ടുള്ള റൂമാണ്. നമുക്കൊരു വലിയ ബെഡും നമുക്ക് സിറ്റ് ഔട്ട് കയറി വരുമ്പോൾ ഒരു ചെറിയൊരു ലിവിങ് ഏരിയ പോലെ ഉണ്ട്. ബെഡ്റൂം, നീറ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്, എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റൂം തന്നെയാണ്. ആ റൂമിലെ ബെഡിലെ ചാട്ടമൊക്കെ ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് വന്ന് കയറി കഴിയുമ്പോൾ. നല്ല ട്രഡീഷണൽ ലുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മാംഗോ വിലാസ് ആൻഡ് ടീ ഷോപ്പ്. പിന്നെ വാട്ടർ ആക്ടിവിറ്റീസ് നമുക്കൊരു കുട്ടവഞ്ചി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു
ലേക്ക് പോലാണ് ഫീൽ ചെയ്യുക. അപ്പൊ അവിടെയൊക്കെ ഒരു പ്രീമിയം ടൈപ്പ് കോട്ടേജുകൾ ആ സൈഡിലൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ കുട്ടവഞ്ചിയുടെ ഉണ്ട്. അതുപോലെ തന്നെ പെഡൽ ബോട്ടിങ് അവൈലബിൾ ആണ്. ഷിക്കാർ ബോട്ട്, അങ്ങനെ കുറെ വാട്ടർ ആക്ടിവിറ്റീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് വാഹനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ട്രെയിൻ വരുന്ന ട്രെയിൻ കേട്ടോ. ട്രെയിനിൽ നമുക്ക് എന്താണ് റൂം ഗസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അതിൽ ഒരു റൈഡ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പാർക്ക് ഫുൾ ഒന്ന് ഇവര് കറക്കി അതിൽ കാണിച്ചു തരും കേട്ടോ. നമ്മൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാത്ത ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാണ് ഇപ്പൊ ഞാൻ അങ്ങനെ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുള്ള ഇങ്ങനെ ഈ മൺപാത്രം നിർമ്മാണം ഇത് ചെയ്തു തന്ന് നമുക്ക് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം ചേട്ടൻ ചെയ്തു തരുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് തന്നെ നമ്മുടെ തന്നെ ഡിസൈൻ ചെയ്ത് നമുക്കത് എടുക്കാൻ പറ്റും. നമുക്ക് തന്നെ വാങ്ങി വെക്കാത്. അന്ന് ഉണങ്ങാനുള്ള ഒരു താമസം മാത്രമേ വരത്തുള്ളൂ. പിന്നെ എന്താണ് കയറ്, നമ്മള് എന്താണ് നമ്മുടെ ആലപ്പുഴ റീജിയനിലേക്ക് കാണുന്ന കയറ് നിർമ്മാണം, കയറ് പിരിച്ചെടുക്കുക, ഇതൊക്കെ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരാൾ ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കേണ്ട, നമുക്കും ചെയ്ത് നോക്കാനൊക്കെ പറ്റും. ഫൈനലി അതിലൊരു ഡിസൈൻ ഒക്കെ ചെയ്ത് അതൊന്ന് സൂപ്പർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി പോകുമ്പോ ഒന്ന് ചെയ്ത് നോക്കണം ഒരു ആഗ്രഹമുണ്ട്. ഇത്തവണ പോയപ്പോ ചെയ്യാൻ പറ്റില്ല. ഈ കാണുന്ന സ്റ്റാച്ചു ഒക്കെ വളരെ വെറൈറ്റി ആട്ടോ. നമ്മൾ ഓരോ സ്പോട്ടിലും വെറൈറ്റി വെറൈറ്റി സ്റ്റാച്യൂസ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസം അത് കാണാൻ. ആ ഒരു തീമുമായിട്ട് നല്ല പോലെ ബന്ധപ്പെട്ട സ്റ്റാച്യൂസ് ഒക്കെ. ഇനിയിപ്പോ നമ്മൾ കണ്ട ആ ചേട്ടൻ ഒരു കള്ളുഷാപ്പിന്റെ സൈഡിൽ നിൽക്കുന്ന ചേട്ടനാ. പിന്നെ ഇത് കണക്ക് ചെറിയ ചെറിയ റൈഡ്സ് ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ റൈഡ്സ് നമുക്കും കേറാം. കാശി കണ്ടറിയാം, കാശി നല്ലപോലെ പേടിച്ചിരിക്കുക. എന്നാലും കാശി എൻജോയ് ചെയ്തിരുന്നു നല്ല ഭംഗിയായിട്ട്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട മാംഗോ വിലാസൻ മറ്റേ ടീ ഷോപ്പിന്റെ ഉള്ളിലുള്ളതാണ്. ഒരു പഴയ ടിപ്പിക്കൽ ഒരു ടീ ഷോപ്പ് പോലെ തന്നെ ഇരിക്കും. പ്ലാന്റ്സ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും നല്ല വെറൈറ്റി ആണ്. നമ്മളിപ്പം അറിയാത്ത കുറെ പ്ലാന്റ്സ് ഒക്കെ കാണാം. മീനൂട്ടുപാലം ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു അട്രാക്റ്റീവ് സ്പോട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ലേക്കിന്റെ ആ റീജിയൻ ആയത്. അപ്പൊ അതിന് തന്നെ ആ കോട്ടേജിലുണ്ട്. അപ്പൊ ഈ ലേക്കിൽ കുറേ മീനുണ്ട് കേട്ടോ. നമുക്ക് ഈ മീനിനൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫീഡിങ് ചെയ്യാനുള്ള എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ മീൻ ഫീഡ് ചെയ്യുക, നമുക്ക് അങ്ങനെയൊക്കെ മീൻ കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് അത്രയും വലിയ ഫിഷിനെ കാണാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിന്റ്, ഒരു വാച്ച് ടവർ പോലെ തന്നെ വ്യൂ കിട്ടുന്ന ഒരു സ്പേസ്. അതിന്റെ മുകളിൽ കയറി നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. നമുക്ക് ഈ മംഗമടസിന്റെ നല്ലൊരു വ്യൂ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പെഡൽ ബോട്ടിങ്ങും നമ്മൾ ഈ ലേക്കിൽ തന്നെ ചെയ്യാം. പിന്നെ വള്ളം, നമുക്ക് സാധാരണ ഒരു അത് ആ കാണുന്ന വള്ളമൊക്കെ നമുക്ക് അതിൽ കയറി തുഴയാനൊക്കെ പറ്റും. ഇങ്ങനെ ഫുള്ള് ആ ഒരു പാത്ത് വേ, നടക്കാനുള്ള പാത്ത് വേയും രസമാണ്. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോ വേറൊരു ഒരു പ്ലേ ഏരിയ ആണ് ഇപ്പൊ കാണുന്നത്. എന്തായാലും ബോർ അടിക്കില്ലെന്ന് ഒരു 100% ഗ്യാരണ്ടി ഉള്ളൊരു ഞങ്ങളുടെ ഗ്യാരണ്ടി ഉണ്ട്. നമുക്കൊരു ആർച്ചറി ഇവിടെ തന്നെ ഉണ്ട്. ഈ ഒരു സോണിൽ തന്നെ ആർച്ചറി, പിന്നെ ഒരു ഗൺ ഷൂട്ടിംഗ് ഏരിയ. അതിപ്പം ആർച്ചറി ഒക്കെ ചെയ്ത് നോക്കാൻ പോവാണ്. കാശി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതൊക്കെ കാണുമ്പോ കാശിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റാ. ഫസ്റ്റ് ടൈം അല്ല കാണുന്നെങ്കിൽ കൂടിയും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോന്നും. നമുക്ക് 5 ബുള്ളറ്റ് മറ്റോ ഒരു ഷോട്ടിൽ ഒരാൾക്ക് നമുക്ക് 5 ബുള്ളറ്റ് കിട്ടും. നമുക്ക് ആ 5എണ്ണം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ ചെയ്ത് നോക്കിയില്ല. വേണ്ടെന്ന് വെച്ച്. ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോ എല്ലാ ബോളൊന്നും പൊട്ടുമല്ലോ, വെറുതെ എന്തിനാ. അപ്പൊ അവിടുത്തെ കഴിഞ്ഞു. അച്ഛനും മോനും കൂടെ ലാസ്റ്റ് ഷോട്ട് നോക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക.
ഈ ഒരു ഏരിയന്നേ ഉള്ളൂ. പിന്നെയും പ്ലേ സോണിൽ തന്നെ പിന്നെയും തിരിച്ചു വരും, കറങ്ങി കറങ്ങി വരും, കാശിക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. ഒരു സൂപ്പർ ഒരു അക്വേറിയം ഉണ്ട്. നമുക്കൊരു വലിയ അക്വേറിയം ആണ്. ഫിഷസ് ഒത്തിരി ഫിഷ് എന്നല്ല, എന്നാലും ലിമിറ്റഡ് ആണ് ഫിഷസ് എങ്കിലും ഒരുപാട് നമുക്ക് വെറൈറ്റി കാണാൻ നല്ല ഭംഗിയുള്ള ഇച്ചിരി വലുപ്പമുള്ള ഫിഷ് ഒക്കെ അവിടെ കൊടുത്തേക്കുന്നത്. നമുക്ക് ഇത്രയും അടുത്ത് കാണാൻ പറ്റും, അത്രയും വലിയൊരു അക്വേറിയം ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ചെറിയൊരു ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസം അവിടെ കാണാനായിട്ട്. നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടത്തിന് ഇറമ്പത്തിൽ നിൽക്കുന്ന ഒരു ഫീൽ ഒക്കെ കിട്ടും. ആ ഒരു ഡാർക്ക് എഫക്റ്റും നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇച്ചിരിയൊക്കെ വെള്ളം മേത്ത് വീണ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചക്രം നമ്മൾ അങ്ങനെ ഒത്തിരി എടുത്ത് കണ്ടിട്ടില്ലല്ലേ. നമ്മള് ഈ മ്യൂസിയം പോലുള്ള സ്പേസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ച ചക്രം വെള്ളം തേവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഒരു എന്താണ് ഒരു ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്, ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പഴയ ഹിസ്റ്ററി ആയിട്ട് ചവിട്ടി 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 ആ വെള്ളം അങ്ങ് എത്തിച്ചിട്ടുണ്ട്. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കാശിക്ക്. അപ്പൊ ഈ ട്രെയിൻ ഇങ്ങനെ പോയും വരെയും കാണുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഡയറക്ഷൻ ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ഒരു അവിടുത്തെ ഒരു പ്രത്യേക പൂള്, മാംഗോ ഷേപ്പിലുള്ള പൂളാണ്. നമ്മൾക്ക് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു പൂള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ മാംഗോ ഷേപ്പ്, അത് നമുക്ക് അതിന്റെ മുകളിൽ നിന്നൊരു വ്യൂ കാണുമ്പോൾ നല്ലൊരു മാംഗോയുടെ ഷേപ്പ്, മാംഗോ പൂൾ എന്നാ പറയുന്നത്. അപ്പൊ മാംഗോ പൂളിൽ നമ്മള് ഈവനിങ് ടൈമിലാണ് മാംഗോ പൂളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. പിന്നെ ആദ്യം പൂളിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കാശിക്ക് കയറാൻ കഴിയേല. അങ്ങനെ അവസാനം പിന്നെ ഞങ്ങള് കിഡ്സ് പൂളിൽ കൂടെ ഒന്ന് കാശി ഇറക്കി കുറെ നേരം കളിയെല്ലാം കഴിഞ്ഞ് നൈറ്റ് വ്യൂ, എനിക്ക് അവിടുത്തെ നൈറ്റ് അത് കണക്കിന് നമുക്ക് രാവിലെ വെളുപ്പിനെയുള്ള സമയം ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നൈറ്റ് ടൈമിൽ അവിടെ കാണത്തുള്ളേ. എന്തായിരുന്നു അപ്പൊ ആ ലൈറ്റിന്റെ ഒക്കെ ഒരു ഭംഗി കാണണമെങ്കിൽ നൈറ്റ് തന്നെ നിൽക്കണം. പാവം അത്രയും തിരക്കൊക്കെ ഒഴിഞ്ഞ് പകൽ സമയത്ത് നമുക്ക് ഉള്ള ആ ഒരു തിരക്കൊക്കെ കുറഞ്ഞ് നമുക്ക് അവിടെ കുറെ കുറെ ഭംഗിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു ആംബിയൻസും ആ ഒരു വൈബും ഒക്കെ നല്ല പോലെ ഫീൽ ചെയ്യാൻ പറ്റും. രാവിലെ സമയമൊക്കെ ആകുമ്പോൾ അവിടെ ഒരു നമ്മുടെ ആനിമൽസിന്റെ ഒക്കെ ഒരു സ്പോട്ട് ഉണ്ട്. കുറെ നമുക്ക് പശു, കോഴി, താറാവ്, അങ്ങനെ കുറെ ഇതൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ നമുക്ക് നേരെ പാലൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. കോഴികളുടെ മുട്ട എല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പം ഒരു ഫാം ആയിട്ടുള്ള കുറെ എന്താണ് പട്ടികളുടെ തന്നെ കുറെ കുറെ വെറൈറ്റീസ് ഉണ്ട് അവിടെ. അതൊക്കെ നമുക്ക് നല്ല ഭംഗിയാ. രാവിലെ അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഭംഗിയാ. നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് സൈക്കിളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സൈക്കിളില് ഏത് സൈക്കിൾ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് 2 പേർക്ക് പോകാൻ പറ്റുന്ന, 3 പേർക്ക് 4 പേർക്കും ഒക്കെ പോകാൻ പറ്റുന്ന അങ്ങനെയുള്ള കുറെ സൈക്കിളൊക്കെ നമുക്ക് അവിടെ നിന്ന് അവൈലബിൾ ആണ്. നമുക്ക് ഏത് സൈക്കിൾ വേണേലും എടുത്ത് നമുക്ക് ആ റൈഡ് നമുക്ക് ഫുള്ള് അവിടെ ചുറ്റി കാണാൻ വേണ്ടി സൈക്കിൾ ഉപയോഗിക്കാം. ഞങ്ങള് 3 പേർക്കും പറ്റിയ സൈക്കിൾ ആണെന്ന് തോന്നി. കാരണം കാശി ഫ്രണ്ട് ഇരുന്നോളും, ഞങ്ങൾക്ക് ബാക്കിൽ ഇരുന്നാൽ മതി. സ്റ്റാച്ചു നേരത്തെ പറഞ്ഞായിരുന്നു, സ്റ്റാച്ചു ഒരുപാട് സ്റ്റാച്ചു ഉണ്ട്. ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്ചു ആ കാണുന്നത്. അത് കണക്ക് രണ്ട് ബാക്കിൽ നമുക്കൊരു ബൈബിള് വായിക്കാനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട്. ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ തരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു സ്റ്റേക്കേഷനോ അല്ലെങ്കിൽ ഒരു ഡേ ഔട്ട് മാത്രമല്ല, ഒരു ചെറിയൊരു കൺവെൻഷൻ സെന്റർ ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പറ്റും. ഈവൻ റെസ്റ്റോറന്റ്, ഫുഡ്, എല്ലാ ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സ്പെഷ്യൽ കോട്ടേജ് ആണ്. ഇത് ഒരു കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോട്ടേജ് ആണ്, ഏറുമാടം കോട്ടേജ്. എല്ലായിടത്തു നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആ. ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര കുളിർമ തോന്നത്തില്ലേ. ആ ഒരു സന്തോഷവും ഒക്കെ നമുക്ക് ഇവിടെ വരുമ്പോ എന്തായാലും കിട്ടും. ഓരോ തവണ ഞങ്ങൾ ഇതിൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഓരോ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ഏരിയ കൂട്ടുന്നു, ചില ചില ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓരോ തവണ വിസിറ്റ് ചെയ്യുമ്പോഴും ഇതിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അത്രയും കൂടെ ഭംഗി കൂടുകയാണ് ചെയ്യുന്നത്. അപ്ഡേഷൻ കൂടുന്നതോറും ആ ഭംഗി കൂടുന്നുണ്ട്. കാരണം ആ ഒരു നേച്ചറിനെ ഒട്ടും നശിപ്പിക്കാതെ അത്രയും
ആം, അവരെ കൂടെ ഹാപ്പി ആക്കിക്കൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ആ ഒരു നേച്ചറിൽ പ്ലാന്റ്സിനെയൊക്കെ ഹാപ്പി ആക്കിക്കൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇവിടെ കാണുന്ന പ്ലാന്റ്സിന്റെ ഒക്കെ നമുക്ക് തൈകളും ഒക്കെ ഇവിടെ നഴ്സറി ഉണ്ട്. നഴ്സറി നമുക്ക് വാങ്ങാൻ കിട്ടും. നമുക്ക് വീട്ടിൽ കൊണ്ട് വളർത്തിയെടുക്കാം. കാരണം നമ്മൾ കാണാത്ത വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഒരുപാട് ഡെയിലി ലൈഫിൽ ഇപ്പൊ നമ്മുടെ എന്താണ് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാം. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ട് വളർന്ന ഒരു ഇത് നമ്മുടെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ തോന്നുവാണെങ്കിൽ നമുക്ക് നേരെ മെഗാമഡസിലേക്ക് വന്ന് നമ്മുടെ മക്കളെ ഒക്കെ ഇത് കാണിക്കാൻ പറ്റും. ഒരു കാവും കുളവും ഒക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ മക്കളൊന്നും കണ്ടു കാണാൻ ചാൻസേ ഇല്ല. അപ്പൊ അവർക്കൊക്കെ ഒന്ന് കാണാനൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പരശുരാമന്റെ സ്റ്റാച്ചു ആണ്. വേറൊരു സ്റ്റാച്ചു ഉണ്ട്, ഒരു നമ്മുടെ ഗംഗാധരനായിട്ടുള്ള മഹാദേവന്റെ സ്റ്റാച്ചു ഉണ്ട്. അത് അതെടുക്കാൻ പറ്റിയില്ല. ആ ഒരു സാധ്യത ക്യാപ്ചർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പൊ ഞങ്ങളുടെ കോട്ടേജ് ഇതായിരുന്നു, പാഡി കോട്ടേജ്. പാഡിയിൽ തന്നെ 3-4-5 കോട്ടേജോളം ഉണ്ട്. 8-9 കോട്ടേജോളം ഉണ്ട്. നമുക്കെല്ലാം നല്ലൊരു കോട്ടേജ്. നമുക്ക് ഒരു ചെറിയ പ്രൈവറ്റ് പൂളും കൂടെ ആ ഒരു കോട്ടേജിന്റെ സൈഡിൽ, കുഞ്ഞു പൂളും കൂടെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ റൂമിലെ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പറഞ്ഞ ലിവിംഗ് റൂം ഉണ്ട്. ഒരു നല്ല വലിയൊരു ബെഡാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും കിടക്കാൻ പറ്റുന്ന ടൈപ്പ് ബെഡായിരുന്നു. നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിളും ഒരു ചെറിയൊരു അലമാരയും വളരെ നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഒക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റി ഒക്കെ നല്ല ഒരു ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. നമുക്ക് എവിടേക്കാണെങ്കിലും നമ്മൾ വിളിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓടി വന്നെല്ലാം ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല. എന്ത് ഉണ്ടെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും അവർ ഓടി വന്നതെല്ലാം ക്ലിയർ ചെയ്ത് തരും. നമുക്ക് അങ്ങനെ അവരുടെ ഒരു ഭാഗത്തു നിന്ന് ഒരു നെഗറ്റീവായിട്ടൊരു ഫീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫൈനലി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും. ഇന്നലെ വന്നപ്പം ഉണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് നമുക്ക് തിരിച്ചു പോകുമ്പോ കാണത്തില്ല. കാരണം അത് വിട്ടു പോകുമ്പോ ഒരു സങ്കടം. ഇനി എന്തായാലും നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.